ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ മോളുടെ സ്കൂളിൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാമാണ് കേട്ടോ. ഈ തിരക്കേറിയ കാഴ്ച ഒരാളെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഈ തിരക്കേറിയ കാഴ്ച കാണുമ്പോൾ നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടാവും ആരെയാണ് കാത്തു നിൽക്കുന്നതെന്ന്. നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാം. സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാമിന് സെലിബ്രിറ്റികളായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് 3 പേരെയാണ് കേട്ടോ. ഒന്ന് ടിനി ടോമാണ് കേട്ടോ. അദ്ദേഹമാണ് ആദ്യം എത്തിയത്. പുറകിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനും ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പുറകിൽ തന്നെ സരിക ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ കുറച്ച് നാളുകൊണ്ട് ഇടം നേടിയ ഒരു വ്യക്തിയാണ് കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൻ. അദ്ദേഹം ആരെയും നിരാശപ്പെടുത്താതെ എല്ലാവർക്കും കൈകൊടുത്തുകൊണ്ടാണ് കേട്ടോ സ്റ്റേജിലോട്ട് കയറിയത്. തൊട്ടു പുറകിൽ തന്നെ കലാഭവൻ സരികയും ഉണ്ടായിരുന്നു കേട്ടോ. ഒപ്പം അവർ ഓരോരുത്തരെയായിട്ട് സ്റ്റേജിലോട്ട് ക്ഷണിക്കുന്ന രംഗമാണ് കേട്ടോ ഇത്. ആദ്യം തന്നെ ക്ഷണിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കേട്ടോ. പിന്നീട് ക്ഷണിച്ചത് സിനിമാ താരമായ ടിനി ടോമിനെയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരെയായി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർ രണ്ടുപേരുടെയും ഇടയിലിരിക്കുന്നത് സ്കൂളിലെ മാനേജറാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് കേട്ടോ ഈ സ്കൂൾ മുൻപോട്ട് പോകുന്നത്. ഈ ഒരു സ്കൂൾ ഇത്രയും വലിയ പ്രശസ്തിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു പങ്ക് ഇദ്ദേഹത്തിൻ്റെയാണ് കേട്ടോ. പിന്നെ കലാഭവൻ സരികയാണ് കേട്ടോ ക്ഷണിച്ചത് വേദിയിലോട്ട്. ഇവരെ ഏവരെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഏറെ സന്തോഷം തോന്നിയൊരു ദിവസമാണ് കേട്ടോ ഇന്നത്തേത്. രാവിലെ 11 മണിക്ക് ശേഷം തന്നെ കുഞ്ഞു മക്കളുടെ പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് കേട്ടോ പഠിക്കുന്നത്. അവളുടെ ഉച്ചയ്ക്ക് തന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഈ ഉദ്ഘാടന ചടങ്ങും മുതിർന്ന കുട്ടികളുടെ പരിപാടികളും. ഉച്ചയ്ക്ക് രക്ഷിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും വെജിറ്റബിൾ ബിരിയാണിയും സാലഡുമാണ് കേട്ടോ കിട്ടിയത്. പരിപാടിയിൽ പങ്കെടുത്ത് ക്ഷീണിച്ച് വരുന്ന മക്കൾക്ക് ചൂടോടെയുള്ള ആഹാരപ്പൊതികൾ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഏത് സ്കൂളിലും ഞാൻ പരിപാടിക്ക് ചേർന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭക്ഷണപ്പൊതി വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. ഇപ്രാവശ്യം ചൂടോടെയുള്ള ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമാണ് കേട്ടോ. അങ്ങനെ ടിനി ടോമിനെ വേദിയിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം കുറച്ചു നേരമേ വേദിയിൽ നിന്നുള്ളൂവെങ്കിലും തമാശകൾ പറഞ്ഞു ഒരുപാട് ചിരിപ്പിച്ചിട്ടാണ് കേട്ടോ പോയത്. മടങ്ങുന്നതിന് മുമ്പായിട്ടൊരു നല്ലൊരു പാട്ടും പാടിയിട്ടാണ് കേട്ടോ പോയത്. അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ അദ്ദേഹം തന്നെ പാടിയൊരു പാട്ടാണ് കേട്ടോ ഈ വേദിയിൽ പാടിയിട്ടുള്ളത്. അദ്ദേഹം പാടുന്ന പാട്ടിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ ചെറിയൊരു സ്കൂളിലെ ആനുവൽ ഡേക്ക് ഇത്രയും ജനങ്ങളുടെ സാന്നിധ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുകൂടിയാണ് കേട്ടോ ടിനി ടോം മടങ്ങുന്നതിന് മുൻപായി പറഞ്ഞത്. അത്രയും വലിയൊരു ജനാവലി തന്നെയായിരുന്നു കേട്ടോ. അന്നവർക്ക് കഴിക്കാനുള്ള ഫുഡ് സ്റ്റാളുകളും ഉണ്ടായിരുന്നു കേട്ടോ സ്കൂൾ കോമ്പൗണ്ടിൽ. അങ്ങനെ പാട്ട് പാടിയതിന് ശേഷം ടിനി ടോം മടങ്ങുന്ന രംഗമാണ് കേട്ടോ ഈ കാണുന്നത്. സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ അംഗീകാരം കൈമാറുന്ന ചടങ്ങാണ് കേട്ടോ ഈ നടക്കുന്നത്. കലാഭവൻ സരികയാണ് കേട്ടോ ഓരോ കുഞ്ഞുമക്കൾക്കുമായി അംഗീകാരം നൽകുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ കുഞ്ഞു മക്കളായി അംഗീകാരം സ്വീകരിച്ചത്. ക്ലാസ്സിൽ കഴിവ് തെളിയിച്ച കുഞ്ഞു മക്കൾക്ക് അംഗീകാരം നൽകുന്നതാണ് കേട്ടോ കാണുന്നത്. സ്കൂളിലെ മാനേജറാണ് കേട്ടോ അത് കൈമാറുന്നത്. അങ്ങനെ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങുകയാണ് കേട്ടോ. എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.